Hey guys, welcome to my YouTube channel Mallu Daruwala. ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബീറ വൈറ്റ് ബിയറിനെ കുറിച്ചാണ്. ആക്ച്വലി ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഷോർട്ടൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ലോങ് വീഡിയോ. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു വലിയ പ്രീമിയം ബ്രാൻഡായിട്ടുള്ള ഒരു ഇതാണ് ബീറ വൈറ്റ്. ലെറ്റ്സ് ഡു ദ റിവ്യൂയിങ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ബോട്ടിലോട്ട് നോക്കുവാണെങ്കിൽ ഇതൊരു വൈറ്റ് ഷെയ്ഡിൽ ഒരു മങ്കി മസ്കറ്റിൻ്റെ ഫേസ് ഒക്കെ കൊടുത്ത് റെഡ് ഡിസൈനിൽ നല്ലൊരു അട്രാക്റ്റീവ് ഒരു ബോട്ടിലാണ്. ഇപ്പം നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കര ഫേമസ് ആയിട്ട് വരുന്ന ഒരു ബിയറാണ് ബീറ വൈറ്റ്. ഇറ്റ്സ് ആക്ച്വലി വീറ്റ് ബിയർ. ഇപ്പോൾ എങ്ങാണ്ട് നമ്മുടെ നോർമൽ ഇതിൽ 190 റുപ്പീസ് ഉള്ള വില വരുന്നുണ്ട്. 500 ml ക്യാനിന് 4.5% താഴെ ഉള്ളൂ ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ്. 4.7 ആണ് ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ്. ഇത് 2015 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എന്റർപ്രണറിന്റെ ഓണറിന്റെ നെയിമാണ് അങ്കുർ ജെയിൻ. പുള്ളി പണ്ട് US എന്നൊക്കെ ആയിരുന്നു ഇത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ബെൽജിയം റീജിയനിലായിരുന്നു ഇത് നേരത്തെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് ഇന്ത്യയിൽ തന്നെ ലാർജ് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ടുള്ള മാസ് പ്രൊഡക്ഷനിലുള്ള ഫസ്റ്റ് വീറ്റ് ബിയറാണിത്. ഇപ്പോൾ ഒരുപാട് ക്രാഫ്റ്റ് ബിയേഴ്സും അല്ലാത്ത ഒരുപാട് ബിയേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. എന്നാലും ഫസ്റ്റ് മാസ് പ്രൊഡക്ഷനിലുള്ള ബിയർ ഇതായിരുന്നു. സോ ലെറ്റ്സ് ഗോ ഫോർ ദ റിവ്യൂ. ഇതിന്റെ കളറ് നോക്കുവാണെങ്കിൽ നമുക്കൊരു യെല്ലോയിഷ് ക്ലൗഡി കളറാണ് ഉള്ളത്. നമ്മുടെ ഈ നോർമൽ ബിയേഴ്സിന്റെ പോലത്തെ ഒരു കളറല്ല. വീറ്റിന്റെ ഒരു ഇത് ഹൈ ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത്, ഹെഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫ്രോത്ത് ആണ്. ആക്ച്വലി ഈ ബിയറിന്റെ മുകളിലുള്ള ഈ പതയാണ് ഹെഡ് എന്ന് പറയുന്നത്. അതും ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഹെഡ് ആക്ച്വലി. കണ്ടില്ലേ, ഒരു 7 to 8 seconds ഇറ്റ്സ് ഡിപ്പ് ഡൗൺ. അത് ഫുള്ളായിട്ട് പ്ലെയിൻ ആയിപ്പോയി. അപ്പോൾ let's go for the nosing. ഇതിനൊരു സിട്രസി ആൻഡ് ഫ്രൂട്ടി ഫ്ലേവർ ആണ് വരുന്നത്. ആൻഡ് അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഫ്രൂട്ടി ഫ്ലേവർ ഹൈ ആയിട്ട് നമുക്ക് സ്മെല്ലോട്ട് വരുന്നുണ്ട്. ആൻഡ് ലെറ്റ്സ് ഡു ദ ടേസ്റ്റിംഗ്. ചിയേഴ്സ്. ആ ഓറഞ്ച് സിട്രസി ഫ്ലേവറാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഭയങ്കര ലൈറ്റ് ബിറ്ററാണ്. ആൻഡ് അതിൻ്റെ സ്വീറ്റ്നെസ് ആണ് ആ പേരിൽ ഹൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നോർമലി ഉള്ള KF അൾട്രാ വീറ്റൊക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീറ്റ് ഫ്ലേവർ കാണും, ഒരു സ്പൈസി ഫ്ലേവറാണ് അതിനുള്ളത്. സ്പൈസിനെസ് ഒക്കെ ഇങ്ങനെ നമ്മുടെ ആ ടേസ്റ്റിൽ വരും. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇത് സ്വീറ്റ്നെസ് ആണ് ഹൈ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഇത് മെയിനായിട്ട് ഓറഞ്ച് പീൽ കൊറിയാൻഡർ അതുകൊണ്ടൊക്കെയാണ് ഇത് ബ്രൂ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാലും ആ ഒരു സ്വീറ്റ്നെസ്സും ആ ഒരു സിട്രസ് ഫ്ലേവറുമാണ് ഫസ്റ്റ് നമുക്ക് ഹൈ ആയിട്ട് വരുന്നത്. ഇത് സ്വീറ്റ്നെസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് അത്ര ഇതാണ്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ബീറ വൈറ്റ്. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പൂനെയിലാണ്. അതൊരു മൈക്രോ ബ്രൂവറി ആയിരുന്നു. ഡൊലാലി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യാസ് ഫസ്റ്റ് മൈക്രോ ബ്രൂവറി ആയിരുന്നു. അവിടുത്തെ ടീം ലീഡർ ആയിരുന്നു ഞാൻ. അവിടെ മെയിനായിട്ട് പ്രൊഡക്ഷൻ ഫ്രഷ് ബിയേഴ്സ് ആണ്. ബെൽജിയം വീറ്റ്, ആപ്പിൾ സൈഡർ, ഇങ്ങനെയുള്ള ഫ്രഷ് ബിയേഴ്സ് ആയിരുന്നു അവിടെ പ്രീ പ്രൊഡക്ഷൻ. പക്ഷേ ബെൽജിയം വീറ്റ് എന്ന് പറയുക അവിടുത്തെ ബിയർ എന്ന് പറയുന്നത് ഇത്ര സ്വീറ്റ് അല്ല. അതിൻ്റെ വീറ്റ് ഫ്ലേവറാണ് ഹൈ ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ സ്വീറ്റ് ആണ്. ഇത് മാർക്കറ്റിൽ ഏകദേശം 190 റുപ്പീസോളം വില വരുന്നുണ്ട്. ബട്ട് ഇവർ ഇതിൻ്റെ സ്വീറ്റ്നെസ് കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്, ഭയങ്കര ഫേവറേറ്റ് ആണ്. ഞാനിതൊരു പേഴ്സണൽ ലവ്
4.7 ആണ് ഇതിന്റെ ആൽക്കഹോൾ കണ്ടന്റ് വരുന്നത്. പിന്നെ ബിറ്റർനെസ് ലെവൽ ഈസ് ബിലോ ദാൻ 10, 6 or 7, and it is brewed with orange peel and coriander. ആൻഡ് ഹിന്റ് ഓഫ് സ്വീറ്റ്നെസ് ആണ് ഹൈ ആയിട്ട് വരുന്നത്. ഇതിന്റെ സ്പൈസിനെസ് ഒന്നും ഇതിനകത്ത് വലിയ ഇതായിട്ട് വരുന്നില്ല. ആൻഡ് അതാണ് നമ്മുടെ ഇന്നത്തെ ബിയറിന്റെ റിവ്യൂ, ബീറ വൈറ്റിന്റെ. ഐ വിൽ ഗീവ് 7 out of 10. എൻ്റെ പേഴ്സണൽ ഇതായതുകൊണ്ട് ഞാൻ 8 കൊടുക്കേണ്ടതാണ്, പക്ഷെ നിങ്ങളെ എല്ലാവരും കൺസിഡർ ചെയ്യുന്നതാണ് 7 out of 10 എന്ന് പറയുന്നത്. ആൻഡ് that's all for the today's review. And let's meet until next video. Remember and drink responsibly. Okay? Cheers.